ഒരു മനുഷ്യൻ നമ്മളോട് സ്നേഹവും സംസാരിച്ചാൽ സ്വർഗം കിട്ടും. നമുക്ക് ഒരു ആശ്വാസവാക്ക് പോട്ടെ എന്തുട്ട് വിഷമിക്കണ്ടക്ക്, അപ്പൊ നമ്മൾ ഫ്ലാറ്റ് ആവും. ഒരു കൊച്ചു കരഞ്ഞ് വിഷമിച്ചിരിക്കുമ്പോ ആ കൊച്ചിന്റെ അമ്മ എന്താ മോനെ അപ്പ ഓഫ് ആവും. മനുഷ്യൻ സോ പവർഫുൾ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ കേരളം ദൈവത്തിന്റെ സ്വന്തം നാടാവാൻ ഇനി കുറെ കാലെടുക്കൂട്ട. നമുക്ക് നല്ല മനുഷ്യരാകാന്ന് എനിക്ക് പറയാനുള്ളൂ. നമ്മൾ വലിയ ഗമ കാണിച്ചിട്ടൊന്നും കാര്യമില്ല. ഈ കക്ഷത്തിൽ കുരു വെച്ചിട്ടാണ് അത് ഈ ആൾക്കാർ നടക്കണത്. കക്ഷത്തിൽ കുരു ഗമ, ഈ സാരി ഗമയലത്തെ ഗമയല്ല. ഈ കക്ഷത്തിൽ കുരു വെച്ചിട്ട് എന്തിനാ നടക്കണേന്ന് ഞാനാലും നമ്മളൊക്കെ ഇങ്ങനെ നടക്കറ പാവായിട്ട്. പ്രിയമുള്ളവർ, ഈ ലോകത്തിലെ മറ്റുള്ളവരുടെ മുമ്പില് നമ്മൾ വലിയവരായിട്ട് കാര്യമില്ല. നമുക്ക് നമ്മളോട് പറയാൻ പറ്റണം, നമ്മുടെ ജീവിതത്തെ ഓർത്ത് സന്തോഷിക്കാനായിട്ട് പറ്റണം. ഞാൻ ചുരുക്കുകയാണ്. ഇത്രയും നേരം നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം. ഇന്ന് മനുഷ്യന് നന്മ ചെയ്യാനായിട്ട് പേടിയാ. എന്തെങ്കിലും കാര്യം ഞാനില്ല ആ കാര്യങ്ങൾക്കൊന്നും ഞാനില്ല. എന്താ കാരണം എന്നറിയോ? ഒരിക്കലും ഒരു കുട്ടികളുണ്ടല്ലോ, ഒരു കൊച്ചുകുട്ടി അവള് സ്വർഗത്തിലേക്ക് ഒരു കത്തെഴുതി. ടു ഈശോ സ്വർഗം പിയോ. ഫോൺ നമ്പറൊക്കെ വെച്ചിട്ട്, അല്ല പിൻ നമ്പർ വെച്ചിട്ട് പോസ്റ്റ് ഓഫീസിൽ പോയി കത്തിട്ട്, പോസ്റ്റ് ഓഫീസിൽ കത്തെടുക്കണ പോസ്റ്റ് പോകാൻ നോക്കിയപ്പോ ടു ഈശോ സ്വർഗം. എന്റെ അമ്മ ഇത് ആരത്? തുറന്നു നോക്കിയപ്പോ അതിൽ എഴുതിയിരിക്കുകയാണ്, എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ക്യാൻസർ ആണ് ഈശോയെ, അപ്പൊ അതുകൊണ്ട് എനിക്ക് സംഭാവന കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ടീച്ചറ്, എനിക്ക് 100 രൂപ തരണം. ഒപ്പ് ഈ കുട്ടി. ഈ പോസ്റ്റ്മാനൊരു കൗതുകം തോന്നി, കൊള്ളാട്ടാ ഈ കുട്ടിയുടെ ഒരു മനസ്സ് കണ്ടോ. പോസ്റ്റ്മാൻ എന്ത് ചെയ്തു? കിട്ടിയ പോലെ ഒരു വന്നിട്ട്, ഹലോ ആരാണ്? ആ കൊച്ചുപിടി ഉണ്ടോ? ആ മറുപടി കിട്ടിയിട്ടുണ്ട്. മറുപടി എന്നൊരു കവർ കൊടുത്തു. കുട്ടിക്ക് ഭയങ്കര സന്തോഷമായി. സ്വർഗത്തിൽ നിന്ന് മറുപടി വന്നിരിക്കണു. തുറന്നു നോക്കിയപ്പോ അതിലെഴുതിയിരിക്കാണ്, മോളുടെ ആവശ്യപ്രകാരം ഞാനിതിൽ പൈസ അയക്കുന്നു. അപ്പൊ ഈ പോസ്റ്റ്മാൻ എന്ത് ചെയ്യുന്ന വെച്ചാല്, കുട്ടിയുടെ ഒരു ആഗ്രഹമല്ലേ, ഒരു 50 രൂപ കവറിലിട്ടിട്ട് അങ്ങനെ വെച്ച് കൊടുത്തു. അതിലുണ്ടായിരുന്നു. ഈ കുട്ടി നോക്കിയിട്ട് ആകെ വിഷമിച്ചു. എന്നിട്ട് രണ്ടാമതൊരു കത്ത് എഴുതി പോസ്റ്റ് ചെയ്തു. ഈശോയെ, എനിക്കറിയാം ഈ പോസ്റ്റ്മാൻ കള്ളനാ, 50 രൂപ കട്ടു, 50 രൂപ തന്നിട്ടുള്ളൂ, കുഴപ്പമില്ല. അതായത് ഇന്ന് മനുഷ്യനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. കാരണം അവൻ നമ്മളെ പൂമുഖവാതിലിൽ സ്നേഹം തുളുമ്പുന്ന പൂന്തിങ്കളാണ് ഭാര്യ. അപ്പൊ ദേ വരുന്നു, ഭർത്താവ് ജോലി കഴിഞ്ഞ് വരുമ്പോ ഭാര്യ ഇങ്ങനെ ജ്യൂസായിട്ട് നിക്കണം. അങ്ങനെ നിക്കണം. അപ്പോ കുടിക്ക്. അപ്പോ ഭർത്താവ് ഇങ്ങനെ വാങ്ങിച്ച്, അതായിരിക്കണം. അപ്പൊ ഭർത്താവ് വാങ്ങിച്ചിട്ട് പറയണം, നീ ആദ്യം കുടിക്ക്. അതാണ് സ്നേഹം. അതുകൊണ്ട് ഭാര്യ കുടിക്കല്ല വേണ്ടത്, ഭാര്യയ്ക്ക് അങ്ങോട്ട് കൊടുക്കണ്, കുടിക്ക്. അതാണ് സ്നേഹമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. നീ കുടിച്ചിട്ട് ചാവോന്ന് നോക്കട്ടെ, എന്നിട്ട് വേണം എനിക്ക് കുടിക്കാൻ. എന്ത് ചെയ്യ? ഞാൻ പത്രമൊക്കെ വായിക്കുന്നുണ്ട്, നിന്റെ ഓരോ ജ്യൂസും കൊണ്ട് വരവ്. ഭാഗ്യം കുറെ കഴിഞ്ഞപ്പോഴത്തെ ആൾക്കാർ മറന്നുപോയി, അറിഞ്ഞപ്പോ ജ്യൂസ് കുടിക്കാൻ പറ്റുന്നുണ്ട്. പ്രിയമുള്ളവർ, ഈ ലോകത്തിൽ ആരെയും നമ്മൾ വിശ്വസിക്കുക